കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ ധ്യാനിക്കുകയും ഈ കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീത നിമിഷങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ മണിക്കൂറിൻ്റെ എല്ലാ സൽഫലങ്ങളും നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വന്നു നിറയും. നമ്മെ അനുഗ്രഹിക്കുവാനായി ഇപ്പോൾ ദിവ്യകാരുണ്യമായിട്ട് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായി നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഏതാനും വചനഭാഗങ്ങളിലൂടെ നമുക്കിപ്പോൾ കടന്നു പോകാം. ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്, ദൈവം കരുണയാൽ സമ്പന്നനാണ്. ദൈവത്തിൻ്റെ കാരുണ്യം സമ്പന്നമാണ്. അതുപോലെ തന്നെ ഈ കരുണ നമുക്ക് വേണ്ടി ദൈവം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയാതെ പോകുന്നത്? ദൈവത്തിൻ്റെ കാരുണ്യം പ്രാപിച്ച് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയാതെ നിരാശയിലും വിഷമത്തിലുമൊക്കെ കഴിയുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഏതാനും വചനഭാഗങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വന്ന് നിറയണമെങ്കിൽ നാം ചെയ്യേണ്ടതായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ
അതുമായി ബന്ധപ്പെട്ട ഏതാനും വചനഭാഗങ്ങളാണ് എടുക്കുക. കരുണ ലഭിക്കാൻ നമുക്കാവശ്യമായ ഒന്ന് ദൈവത്തിലുള്ള ആശ്രയത്വമാണ്. ദൈവത്തിലുള്ള ആശ്രയത്വം അഥവാ ദൈവത്തിൽ ശരണപ്പെടുക എന്നുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ കരുണയുടെ പടം അതിലേക്ക് നോക്കുമ്പോഴും അതിൽ ഒരു എഴുത്ത് കാണാൻ പറ്റും. അതിങ്ങനെയാണ്: ദൈവമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഇതിലൂടെ ഉള്ളപ്പോഴാണ് ആ പടത്തിന് ഒരു പൂർണ്ണത വരുന്നത് എന്നാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണ കടൽ പോലെ വിശാലമാണ്, പക്ഷെ ആ കടലിൽ നിന്ന് ഇത് കോരിയെടുക്കാൻ ശരണമാകുന്ന കുടം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. ശരണം ആശ്രയത്വമാണ് എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനം. യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ ഉപേക്ഷിക്കില്ല. എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ ഉപേക്ഷിക്കില്ല, കൈവിടില്ല. ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം. യേശു പറഞ്ഞ ഒരു കാര്യമാണ്. അടുക്കലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആശ്രയത്വത്തെ അതെടുത്ത് കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ, എന്നിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും ഞാൻ വെറും കൈയോടെ പറഞ്ഞയക്കില്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. മത്തായി 7-ന്റെ 7-ാമത്തെ വചനം പറയുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ അറിയില്ലാത്തത് കൊണ്ട് ചോദിച്ച് അറിയിക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വം വെളിപ്പെടുത്തുക, അതിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുക. അതാണ് അതിൻ്റെ അർത്ഥമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് ദൈവം ഈ അനുഗ്രഹം, ഒപ്പം ദൈവത്തിൻ്റെ കരുണ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സങ്കീർത്തനം 32 10-ാമത്തെ വചനം. ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ അതിൻ്റെ നേട്ടം എത്ര വലുതാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 32-ന്റെ 10-ാമത്തെ വചനം. കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുന്ന ഏത് വ്യക്തിയെയും കർത്താവിൻ്റെ സ്നേഹം വലയം ചെയ്യും. ഈ സ്നേഹവലയത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. ഈ സ്നേഹവലയത്തിൽ കഴിയുന്നവർക്ക് കർത്താവിൻ്റെ സംരക്ഷണം അനുഭവിക്കാൻ പറ്റും, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കും, കർത്താവിൻ്റെ കാരുണ്യം പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. സങ്കീർത്തനം 118-ന്റെ 8-ാമത്തെ വചനം വായിച്ചാൽ മർമ്മപ്രധാനമായിട്ടുള്ളൊരു സന്ദേശം ബൈബിളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. സങ്കീർത്തനം 118-ന്റെ 8-ാമത്തെ വചനം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. നമ്മളിരുന്ന് ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു സന്ദേശമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. നമ്മളൊക്കെ ദൈവത്തെക്കാൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നവരാണോ, മാനുഷിക ശക്തിയിൽ ആശ്രയിക്കുന്നവരാണോ, അതോ മനുഷ്യരെക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നവരാണോ? ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം പ്രാർത്ഥനയ്ക്ക് കൊടുക്കും, വിശ്വാസത്തിന് കൊടുക്കും, ദൈവവചനത്തിന് കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വം എടുത്തു കാണിക്കാൻ സാധിക്കുന്നത്. ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-ഉം 7-ഉം വചനങ്ങൾ ഈ 2 ആശ്രയത്വങ്ങൾ വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജെറമിയ 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയുന്നത്, മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. മനുഷ്യരിലും മാനുഷിക ശക്തിയിലും. പക്ഷെ അതിനുശേഷം
7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതരാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് അതിന് വേനൽക്കാലത്തെ ഭയപ്പെടേണ്ടതില്ല. ദൈവാശ്രയത്വമുള്ള വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന നന്മ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വചനങ്ങൾ എടുത്താൽ അവിടെയും കർത്താവിൽ ശരണപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതം തന്നെ കർത്താവിന് ഭരമേൽപ്പിച്ചാൽ കർത്താവ് നമ്മളെ കാത്തുകൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിന് ഭരമേൽപ്പിക്കുക. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സങ്കീർത്തനം 37-ന്റെ 5-ാമത്തെ വചനം. ദൈവാശ്രയത്വം അതിൻ്റെ സൽഫലങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു വചനഭാഗമാണ്. സങ്കീർത്തനം 37-ന്റെ 5-ാമത്തെ വചനം. നിൻ്റെ ജീവൻ കർത്താവിന് വിട്ടുകൊടുക്കുക. നിൻ്റെ ജീവിത സാഹചര്യങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തിൽ ശരണം വെച്ചിരിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. സങ്കീർത്തനം 23-ന്റെ 1-ാമത്തെ വചനം കൂടെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു വചനഭാഗമാണ്. സങ്കീർത്തനം 23-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവ് എൻ്റെ ഇടയനെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് പറയുന്ന ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. വചന വഴിയെ സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് ഒന്നിനും ഒരു കുറവും വരില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം 28-ന്റെ 7-ാമത്തെ വചനം കൂടി എടുത്താൽ, സങ്കീർത്തനം 28, 7-ാമത്തെ വചനം. കർത്താവ് എൻ്റെ ശക്തിയും പരിചയമാണ്, ഞാൻ അവനിൽ ശരണം വയ്ക്കുന്നു, എനിക്ക് സഹായം ലഭിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്ന വ്യക്തികൾക്ക് സഹായം ലഭിക്കുമെന്ന് സങ്കീർത്തകൻ അതാണ് വിളിച്ചു പറഞ്ഞത്. കർത്താവാണ് എൻ്റെ ശക്തി, കർത്താവാണ് എൻ്റെ ശരണം, അതുകൊണ്ട് എനിക്ക് അവനിൽ നിന്നും സഹായം ലഭിക്കുന്നു എന്ന്. പ്രിയപ്പെട്ട ഈ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. ദൈവത്തിൽ ശരണം വെച്ചാൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ദൈവത്തിൽ ശരണം വെച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ശക്തിയും സംരക്ഷണവും എല്ലാം ലഭിക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിനി ദൈവത്തിൽ ശരണം വയ്ക്കുന്നതിന് തടസ്സമാകാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണവും കാരുണ്യവും ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നതിന് നമ്മിൽ തടസ്സമാകുന്ന കാര്യങ്ങൾ. ശരണം തടസ്സപ്പെട്ടാൽ കരുണ തടസ്സപ്പെടും. ഒന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നമ്മുടെ തന്നെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നത്. ഇന്ന് വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ, ബുദ്ധിയിൽ ആശ്രയിച്ച് ജീവിതം മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചല്ല നമ്മൾ ജീവിതം മുമ്പോട്ട് നയിക്കേണ്ടത്, കർത്താവിൽ ആശ്രയിക്കുക. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നത്. ദൈവത്തെക്കാൾ, പരിശുദ്ധാത്മ ശക്തിയേക്കാൾ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന വ്യക്തികളുണ്ടാകാം. സക്കറിയയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല,
യുദ്ധത്തിൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവിനാലാണ്. പറയുന്നുണ്ട്, ദൈവിക ശക്തി, ദൈവാത്മാവിൻ്റെ ശക്തി, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സ്വന്തം ശക്തിയേക്കാൾ. മൂന്നാമതൊരു കാര്യം നമ്മൾ വചനത്തിൽ കണ്ടതാണ്, ജെറമിയ 17:5. മനുഷ്യരിലും മാനുഷിക ശക്തിയിലും. ഒരുപക്ഷെ നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന ചില വ്യക്തികളായിരിക്കാം, സമ്പത്തായിരിക്കാം, അവരുടെ സ്വാധീനങ്ങളായിരിക്കാം. അതിനേക്കാൾ നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിലും പരിശുദ്ധാത്മശക്തിയിലുമാണ്. മറ്റൊന്ന് നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 34:1 മുതൽ 7 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ, പ്രഭാഷകൻ 34:1 മുതൽ 7 വരെ വായിച്ചാൽ സ്വപ്നങ്ങൾ, സന്ദേശങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഇന്ന് ചിലർക്ക് വചനം കേട്ട് മാനസാന്തരം ഉണ്ടാകാനായിട്ട് മനസ്സ് വെച്ചെന്ന് വരത്തില്ല. ആരെങ്കിലും ഒരു സന്ദേശം പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. വചനം പറയുകയാണ്, സ്വപ്നങ്ങൾ അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. പറയുന്നുണ്ട്, സ്വപ്നങ്ങളെക്കാൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവം, ദൈവത്തിൻ്റെ വചനം. മറ്റൊന്ന് നമ്മൾ കാണുന്നുണ്ട്, ലൗകിക സമ്പത്തിൽ അമിതമായിട്ട് ആശ്രയിച്ചാൽ ദൈവാശ്രയത്വം കുറയും, ദൈവകരുണ നമുക്ക് കിട്ടാതെ പോയെന്ന് വരും. സുഭാഷിതങ്ങൾ 23-ാം അധ്യായത്തിൻ്റെ 4-5 വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ലൗകിക സമ്പത്തിൽ നമ്മൾ കണ്ണുവയ്ക്കരുത്. കണ്ണുവച്ചാൽ അത് നമ്മിൽ നിന്നും അപ്രത്യക്ഷമാകും. പറയുന്നുണ്ട്, അനശ്വര സമ്പത്തായ ദൈവത്തിൽ, അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നവരാണ്. അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം, 1 തീമോത്തി 6:17 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഔദ്ധത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് വരിക. ഔദ്ധത്യം നമ്മളിൽ പ്രകടമാകുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ദൈവമില്ലേലും എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റും. പ്രാർത്ഥനയില്ലേലും ദൈവാശ്രയത്വമില്ലേലും എനിക്ക് ആവശ്യത്തിന് കഴിവുണ്ട്, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അത് ഔദ്ധത്യമാണ്. രണ്ടാമതൊരു രീതിയിൽ ഇത് പ്രകടമാകുന്നുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ പ്രവർത്തിക്കുന്നില്ലേലും, ഞാൻ അധ്വാനിക്കുന്നില്ലേലും ദൈവം കാര്യങ്ങൾ നടത്തിക്കോളും. ദൈവം അനന്തകാരുണ്യമാണ്, ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ലെങ്കിലും ദൈവം കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളും. അതും ഔദ്ധത്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അധ്വാനിക്കാൻ സാധിക്കണം, പക്ഷേ അത് കർത്താവിനോട് ചേർന്നുള്ള അധ്വാനമാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുക. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കാം, പ്രാർത്ഥിക്കാം. ദൈവകരുണയെ ധ്യാനിച്ച് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം കരുണയാൽ സമ്പന്നമാണ്. നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മിക സമ്പത്തും ഭൗതിക സമ്പത്തും നൽകാൻ കഴിവുള്ളവൻ നമ്മുടെ ദൈവമാണ്. നമ്മുടെ എല്ലാ ദാരിദ്ര്യ ദുഃഖവും, സാമ്പത്തിക മേഖലയിലെ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവം നമ്മോട് കരുണ കാണിക്കാൻ, ദൈവം നമ്മോട് കുടുംബത്തോട് കരുണ കാണിക്കാൻ ആഗ്രഹിച്ച് അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന.